അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമളാൻ റഹ്മത്തിന്റെ 10 അത് പകുതിയും നമ്മിൽ നിന്ന് വിട പറഞ്ഞു. ഇനിയുള്ളത് വളരെ തുച്ഛമായ ദിവസങ്ങൾ മാത്രമാണ്. ഈ റമളാനിന്റെ ഒന്നാമത്തെ 10 അള്ളാഹു അവന്റെ റഹ്മത്ത് അടിയാറുകൾക്ക് ചൊരിഞ്ഞു കൊടുക്കുന്ന ഈ ഒരു സമയം നാം ഓരോരുത്തരും ചിന്തിക്കണം. 5 നോമ്പ് അത് നമ്മളിൽ നിന്ന് വിട്ടുപോയി. 6ാമത്തെ നോമ്പിലായി ഇപ്പം നമ്മൾ ഉള്ളത്. നാം എത്രത്തോളം അള്ളാഹുവിൻ്റെ റഹ്മത്ത് കരസ്ഥമാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കരുണ കരസ്ഥമാക്കാനുള്ള പ്രവർത്തനം എത്രത്തോളം നമ്മുടെ ഭാഗത്തിൽ വന്നിട്ടുണ്ട്, എത്രത്തോളം നമ്മുടെ ഹൃദയം ആത്മസംസ്കരണത്തിൻ്റെ മാസമാണല്ലോ, എത്രത്തോളം നമുക്ക് സംസ്കരിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം. മഹാനായ ഖാത്തമുൽ അസമ്മ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, വളരെ പാവപ്പെട്ട ഫക്കീറായ മനുഷ്യൻ, ഹജ്ജിന് പോകണം എന്നുള്ള അതിയായ ആഗ്രഹം ആ മനുഷ്യനെ വല്ലാത്ത അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. വലിയ സമ്പാദ്യമൊന്നുമില്ല. അങ്ങനെ വളരെ കാലം പ്രയത്നിച്ച് ഹജ്ജിന് പോവാനുള്ള മുതൽ ഒരുക്കി വെച്ചു. എന്നാൽ ആ മനുഷ്യന്റെ മനസ്സിലുള്ള വലിയൊരു പ്രതിസന്ധി, വലിയൊരു വേദന, ഞാൻ ഹജ്ജിന് വേണ്ടി പോയി കഴിഞ്ഞാൽ എൻ്റെ കുടുംബം, എൻ്റെ മക്കള് അവര് പട്ടിണിയായി പോകും. അവർക്ക് വേണ്ടി ചെലവഴിക്കാനുള്ളതൊന്നും ഞാൻ മാറ്റിവെച്ചിട്ടില്ല. ഹജ്ജിന് പോവാനുള്ളതല്ലാതെ ഒരല്പം പോലും എൻ്റെ കയ്യിൽ കൂടുതലില്ല. അപ്പൊ ഞാൻ എങ്ങനെ ഹജ്ജിന് പോകുമെന്നുള്ള വിഷമം, ആ ഒരു പ്രയാസം തൻ്റെ കൂട്ടുകാരോട് ഷെയർ ചെയ്തു. ഒരു കൃത്യമായ മറുപടി ഇല്ല. അങ്ങനെ വീട്ടിൽ വന്നു, ഭാര്യയെയും മക്കളെയും വിളിച്ചു. ഭാര്യയോടും മക്കളോടും ഈ ആഗ്രഹം ഒന്നുകൂടി പറഞ്ഞപ്പോ അവരാരും ഒന്നും പറഞ്ഞില്ല. കാരണം ഉപ്പ ഹജ്ജിന് പോയാൽ ഞങ്ങൾ പട്ടിണിയാകും എന്ന് മക്കൾക്കറിയാം, ഭാര്യക്കറിയാം. അവിടെ നിന്ന് അങ്ങോട്ട് ഹജ്ജിന് പോയി തിരിച്ചു വരുന്നത് വരെയുള്ള ജീവിതത്തിന്റെ പ്രയാസങ്ങൾ, ആ ഒരു പ്രതിസന്ധികൾ മുൻകൂട്ടി കണ്ട ഭാര്യയും മക്കളും ഒന്നും മിണ്ടാതിരുന്നപ്പോ ഖാത്തമുൽ അസമ്മിന് വലിയ ദുഃഖമുണ്ടായി, വലിയ വിഷമമുണ്ടായി. ആ സമയത്താണ് കുഞ്ഞുമോള് വന്നിട്ട് ഉപ്പാന്റെ കൈ പിടിച്ചിട്ട് പറയാണ്, ഉപ്പ നിങ്ങൾ ഈ വർഷം തന്നെ ഹജ്ജിന് പോയിക്കൊള്ളുക. അപ്പൊ ഉപ്പ ചോദിച്ചു, മോളെ അപ്പൊ കുടുംബം, നമ്മുടെ കുടുംബം, നിങ്ങളുടെ വിഷയം എങ്ങനെ തീരും, അതെങ്ങനെ മുന്നോട്ട് പോകും? അപ്പൊ പൊന്നുമോൾ ഉപ്പാനോട് പറയാണ്, അതൊക്കെ അള്ളാഹ് നോക്കിക്കോളും. അള്ളാന്റെ കാവലുണ്ടാവും, അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാവും, കാരുണ്യമുണ്ടാവും. ആ കരുണയുടെ നോട്ടം കിട്ടിയാൽ ഉപ്പ പിന്നെ എന്തിനാ പേടിക്കുന്നേ? അതുകൊണ്ട് ഉപ്പ ഈ വർഷം തന്നെ ഹജ്ജിന് പോകണം. അങ്ങനെ ഖാത്തമുൽ അസമ്മ് മനസ്സില്ല. കാരണം കുടുംബത്തെ തനിച്ചാക്കി, കുടുംബത്തിന് ജീവിക്കാനുള്ള വകയില്ല. ശരിക്ക് ശറഅ് പറയുന്നതും അങ്ങനെ തന്നെയാണല്ലോ. ഹജ്ജിന് ഒരാൾക്ക് ഹജ്ജ് നിർബന്ധമാകുന്നത് തടിയാലും മുതലാലും വഴിയാലും കഴിവുണ്ടാവണം. ആ ഹജ്ജ് യാത്രയിൽ പോയി വരുന്നത് വരെ കുടുംബത്തിനും നല്ല രീതിയിൽ ജീവിക്കാനുള്ള വകയുണ്ടാവണം. അപ്പോഴാണല്ലോ ഹജ്ജ് നിർബന്ധമാകുന്നത്. ഇവിടെ ആഗ്രഹം ചിന്തിക്കണം. ഈ മനുഷ്യന്റെ ആഗ്രഹം അത്രമേലധികമായതിന്റെ കാരണത്താലാണ് ആ കുഞ്ഞുമോൾ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഖാത്തമുൽ അസമ്മ് ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു. ഉടനെ ഭാര്യയും മറ്റു മക്കളും ഈ കുഞ്ഞുമോളെടുത്ത് വന്നിട്ട് പറഞ്ഞു, എത്രത്തോളം മകളോട് ആ കുഞ്ഞുമോളെ ശകാരിക്കുന്ന രീതിയിൽ പറഞ്ഞു. നീ എങ്ങനെയാ പറഞ്ഞത്? നീ എന്തിനാ സമ്മതിച്ചത്? ഈ അവസ്ഥ നമ്മൾ എങ്ങനെയാണ് കഴിഞ്ഞു കിടക്കുക, തരണം ചെയ്യുക? ആ പൊന്നുമോള് പറഞ്ഞത്, അള്ളാഹു അല്ലേ, അവന്റെ കാരുണ്യം എന്തായാലും ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോ ഉമ്മയുടെ ശകാരത്തിൽ ആ കുഞ്ഞുമോളൊന്ന് കരഞ്ഞുപോയി. അങ്ങനെ എല്ലാവരും കിടന്നു. രാത്രി സമയത്ത് ആ കുഞ്ഞുമോള് അള്ളാഹുവിലേക്ക് കൈ ഉയർത്തിയിട്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ, ഞങ്ങളുടെ ഉപ്പ ഹജ്ജിന് പോയതാ, അള്ളാഹുവേ നിന്റെ കാരുണ്യമല്ലാതെ ഞങ്ങൾക്ക് ഒന്നുമില്ല പ്രതീക്ഷ, അതുകൊണ്ട് ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാ. ഈ പ്രാർത്ഥനയിൽ ഈ കുഞ്ഞുമോൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വീടിന്റെ ഡോറ് മുട്ടുന്ന ശബ്ദം കേൾക്കുന്നത്. വീടിന്റെ ഡോറ് മുട്ടുകയാണ്. ആ ഡോറ് മുട്ടുന്ന ശബ്ദം കേട്ട ഉടനെ തന്നെ ഈ കുഞ്ഞുമോൾ എഴുന്നേറ്റ് പോയി ഡോറ് തുറന്നു നോക്കിയപ്പോ ഒരു ഭടനായിരുന്നു. കാരണം ആ നാട്ടിന്റെ ഗവർണർ അതുവഴി നടന്നു പോവുകയാണ്. അപ്പൊ ആ ഗവർണർക്ക് സെക്യൂരിറ്റി ആയിട്ട് വന്നിട്ടുള്ള ഭടനായിരുന്നു അത്. പറഞ്ഞു, നമ്മുടെ നാടിന്റെ ഗവർണർ ഇതുവഴി പോകുന്നുണ്ട്, ഗവർണർക്ക് വല്ലാത്ത ദാഹമുണ്ട്, ആ ഗവർണർക്ക് കുടിക്കാൻ നല്ല വെള്ളം വേണം. ആ കുഞ്ഞുമോള് ഒന്നും പറയാതെ പെട്ടെന്ന് തന്നെ പോയി ഒരല്പം വെള്ളം എടുത്തു ആ ഭടന്റെ കയ്യിൽ അങ്ങ് ഏൽപ്പിച്ചു. വീട്ടിലുള്ള ഉമ്മയും മറ്റു മക്കളെല്ലാവരും എഴുന്നേറ്റു.
അങ്ങനെ ഈ വെള്ളം ഗവർണർക്ക് കൊണ്ടു കൊടുത്തു. ഗവർണർ ആ വെള്ളം കുടിച്ചതിന് ശേഷം ചോദിക്കാണ്, അതാരുടെ വീടാണ്, അതാരുടെ വീടാണ്? ഉടനെ അന്വേഷണങ്ങൾക്കപ്പുറം ആ ഗവർണറോട് മറുപടി പറഞ്ഞു, ഹാത്തമുൽ അസം എന്ന് പറയുന്ന പാവപ്പെട്ട സാധുവായ മനുഷ്യന്റെ വീടാണ്. ഗവർണർ ആവേശത്തോടെ, വളരെയേറെ സന്തോഷത്തോടെ, ഒരുപാട് കാലമായി ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്, ഒരു വലിയ മനുഷ്യനാണെന്ന് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ആ മനുഷ്യനെ ഒന്ന് കാണണം. ഇതങ്ങ് പറഞ്ഞപ്പോ മറ്റുള്ളവരൊക്കെയും പറഞ്ഞു, ഹാത്തമുൽ അസം നാട്ടിലില്ല, ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടിട്ടാ ഉള്ളത്. ഉടനെ തന്നെ ഈ ഗവർണർ കയ്യിലുണ്ടായിരുന്ന പണസഞ്ചി, പറയപ്പെടുന്നു അല്ല, സ്വർണ്ണ നാണയ കിഴിയാണ് എന്നും പറയപ്പെടുന്നുണ്ട്, ഈ ഒരു സഞ്ചി ആ വീട്ടിലേക്ക് ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് തൻ്റെ കൂടെയുള്ളവരോട് എല്ലാവരോടും പറയാണ്, ഞാൻ ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്നു അവരെ കാണാൻ, വലിയ മഹാനാണ്, അതുകൊണ്ട് ഞാൻ ചെയ്ത ഈ ഒരു പ്രവർത്തനം, ഞാൻ ചെയ്തത് എൻ്റെ കയ്യിലുള്ള ഈ ഒരു സ്വർണ്ണക്കിഴി അല്ലെങ്കിൽ പണക്കിഴി ഞാൻ അവർക്ക് കൊടുത്തു. അതുപോലെ എന്നെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ, നിങ്ങളുടെ കയ്യിലുള്ളതും നിങ്ങൾ എന്ത് ചെയ്യണം, അവർക്ക് വേണ്ടി കൊടുക്കണം. എല്ലാവരും കൊടുത്തു. അവരുടെ വീട്, ആ വീടിന്റെ മുൻഭാഗത്തുള്ള തറ മുഴുവൻ ഇവർ കൊടുത്തിട്ടുള്ള സമ്മാന തുകകളൊക്കെ കൊണ്ട് അങ്ങ് നിറഞ്ഞു. ഈ സമയത്തും ആ പൊന്നുമോൾ അവിടെ നിന്ന് കരയുകയാണ്. ആ കുഞ്ഞുമോള് കരയുകയാണ്. ഉമ്മയും മറ്റുള്ള മക്കളും വളരെയധികം സന്തോഷിക്കുന്ന സമയത്ത് ആ കുഞ്ഞുമോള് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉമ്മ, ഒരു മനുഷ്യൻ, വലിയ കഴിവൊന്നുമില്ല, നിസാരനായിട്ട് അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ കരുണയുടെ നോട്ടം നമ്മിലേക്ക് വന്നപ്പോ നമ്മുടെ വീട്ടിൽ ഒരുപാട് പണക്കിഴികൾ വന്നു. എന്നാൽ എല്ലാറ്റിനും മേലെ കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആല, അവന്റെ കാരുണ്യം കൊണ്ട് നമ്മളെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തും, എങ്ങനെയൊക്കെ രക്ഷപ്പെടും. അതുകൊണ്ട് ഉമ്മ, ലാ തഖ്നതു മിൻ റഹ്മത്തില്ല, അള്ളാന്റെ റഹ്മത്തിനെ തൊട്ട് നിരാശ വേണ്ട. പ്രിയപ്പെട്ടവരെ, നമുക്ക് വലിയ പാഠമാണ്. അതുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ പ്രതിസന്ധികൾ, നമ്മുടെ വിഷമങ്ങൾ, ഇതൊക്കെ നാം മറക്കുക. അള്ളാഹുവിന്റെ കരുണ നമ്മളെ തേടിയെത്തുക തന്നെ ചെയ്യും. അതിനു വേണ്ടി നാം പ്രയത്നിക്കുക, പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. പരിശുദ്ധ റമളാനിന്റെ ഒന്നാമത്തെ 10 റഹ്മത്തിന്റെ 10, ആ റഹ്മത്തിന്റെ 10 നമ്മളിൽ നിന്ന് വിട പറയുമ്പോൾ തന്നെ ആ റഹ്മത്ത് കൊണ്ട് പൊതിഞ്ഞ രക്ഷപ്പെട്ട മുഅ്മിനീങ്ങളിൽ പെടാനുള്ള പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും പ്രിയപ്പെട്ടവരെ അണമുറിയാതെ ഈ റമളാനിൽ നാം നിലനിർത്തണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.